എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന പ്രകാശന് ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി പോവാണ്. കാരണം പ്രകാശ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പ്രകാശന്റെ വിചാരം എന്താ, ലക്ഷ്മി മരിച്ചു മണ്ണോടടിഞ്ഞെന്നാണ്. അങ്ങനെ മരിച്ച ലക്ഷ്മി ഉയർത്തെഴുന്നേറ്റ് വരുവാണ്. ആ കാഴ്ച കണ്ട് പ്രകാശൻ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു പടുകുഴിയിലേക്ക് ചെന്ന് വീഴുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അതിന് ശാരിയും രാഹുലും ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. കാരണം ഇനിയിപ്പൊ ആ കുഞ്ഞു ജീവനോടെ ഉണ്ടെങ്കിൽ തന്റെ മോളുടെ ജീവിതം അവസാനിക്കും. അവളെ വേറൊരു കല്യാണം കഴിപ്പിക്കണമെങ്കിൽ ആ കുഞ്ഞ് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിവായി പോയാൽ മതിയാവുള്ളൂ. പിന്നീട് രാഹുൽ പറഞ്ഞു, നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ശാരി, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയാ. ശാരി പറഞ്ഞറിയാലോ, അവൾക്ക് കുഞ്ഞത്ത് വെച്ചാൽ ജീവന. അത് മാത്രല്ല മനോഹരെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരു പക്ഷേങ്കില് അവള് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അവള് കാര്യങ്ങളൊന്നും അറിയരുതെന്ന് പറയണം. ഇല്ല, അവള് കാര്യങ്ങൾ അറിയാതെ ഇരു ചെവി അറിയത്തില്ലാതെ ആ കുഞ്ഞിനെ നമുക്ക് ഒഴിവാക്കാന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, മുമ്പ് നിങ്ങളെ കാണിച്ച പോലെ അവളെ പരിപാടി ആയിരിക്കരുത് കാണിക്കുന്നത്. സരീവിനെ കൊണ്ടുവന്ന് എന്റെ അടുത്ത് കിടത്തിയതുപോലെയുള്ള പരിപാടികളൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്തേക്കല്ലെന്ന് പറയാണ്. എങ്ങാനും സരീവ് ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടുപേരും ജീവനോടെ ഉണ്ടാകത്തില്ല. എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. പിന്നെ ആ മനോഹറിന് സംശയങ്ങളുണ്ടാവും. കുഞ്ഞിനെ ഒഴിവായി കഴിയുമ്പോഴത്തേനും അവന് നമ്മളെ ആയിരിക്കും സംശയിക്കുന്നത്. പക്ഷെ അവനൊന്നും തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ. ഇനി ഇങ്ങനെ സരീവ് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പഞ്ഞിക്കിടും, വെറുതെ വെച്ചേക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഏറ്റു. ശരി, നീ ധൈര്യമായിട്ടിരിക്കുക. അതിന് വേണ്ട ആളെയൊക്കെ ഞാൻ സെറ്റപ്പ് ചെയ്തോളാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അറിയാലോ. പോലീസ് കേസും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ സംശയം നമ്മുടെ നേരേക്ക് നീളും. നമ്മുടെ മകള് തന്നെ നമ്മളെ ഒറ്റിക്കൊടുക്കാൻ വഴിയുണ്ട്. അതുകൊണ്ട് അതൊക്കെ നോക്കിയും കണ്ടും വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് പറയണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏറ്റു. ഈ സമയം ഇതൊന്നും അറിയില്ലാതെ സരയും മനോഹറും കൂടെ മുറിയിലായിരുന്നു. അപ്പൊ സരയു കുഞ്ഞിനെ കുഞ്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മനോഹരനോട് പറഞ്ഞു, ആന്റി ഇന്ന് വന്നു. പക്ഷേങ്കില് ആന്റി മുമ്പത്തെ പോലെ ആയിരുന്നെങ്കിൽ കുഞ്ഞിനെ സ്വർണം കൊണ്ട് മൂടിയാനെന്ന് പറയാ. ഇത് കേട്ട മനോഹരൻ, അത് ശരിയാ. ഇപ്പൊ പക്ഷെ ആന്റിക്ക് അങ്ങനെ പഴയ പോലെ ഒന്നുമല്ല. ആ കല്ലുമോന്റെ അടുത്തേക്കാ കുറച്ച് ചായ കൂടുതൽ. എനിക്ക് തോന്നുന്നത് എല്ലാരും മനഃപൂർവ്വം ആന്റി പറ്റിക്കുന്നാന്ന് തോന്നുന്നത്. കല്ലുമോനും കൊണ്ടേ കൊടുത്തു കാണുമായിരിക്കും എന്തെങ്കിലും ഗിഫ്റ്റ്. എന്നാലും എനിക്ക് സമാധാനമായി. മനുവേട്ട ഒന്ന് ഓർത്ത് നോക്കിയേ, അതെ നമ്മുടെ കുഞ്ഞിന്റെ നൂല് കിട്ടണില്ലേ. ആന്റി ആദ്യം ഇങ്ങോട്ട് വന്നേ. അവൾമാരുടെ അടുത്ത് പോയില്ലല്ലോ, അവളുടെ അടുത്ത് പോയില്ലല്ലോ. കിരണും കല്യാണി അങ്ങനെ നാണം കെട്ടില്ലേ. ചിലപ്പം ആന്റി ചെല്ലുമെന്ന് ഓർത്ത് കാത്തിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേങ്കിൽ ഇവിടെ വന്ന് സദ്യയെല്ലാം കഴിച്ചതിന് ശേഷമല്ല ആന്റി പോയത്. അങ്ങനെ തന്നെ വേണം. ഇനിയും ഞാൻ ഇതുപോലത്തെ അടി കൊടുക്കും. ഒരു കാരണവശാലും അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം ഒന്നും ഞാൻ കൊണ്ടുവരത്തില്ല. ഇപ്പൊ എനിക്കൊരു മോളുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. മനോഹർ പറഞ്ഞു, മോളു ഈ വാശിയൊക്കെ വേണോന്ന് ചോദിക്കുക. ഇതിന് വാശി വേണം മനുവേട്ടാ. ഇല്ല, ജീവിക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞില്ലെന്നതിന്റെ പേരില് ഞാൻ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്നറിയോ. അവള് കല്ലുമോനെ അവിടെ ഇട്ട് കൊഞ്ചിക്കണ സമയത്ത് ഞാൻ ഇവിടെ ആകെപ്പാടെ വയറ്റത്ത് തലമണയും കെട്ടിവെച്ച് ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ട്. ഇപ്പോഴെനിക്കൊരു സന്തോഷം സമാധാനമായത്. ഇനി കണ്ടു, നമ്മൾ അമേരിക്കക്ക് പോയി കഴിഞ്ഞാൽ നമ്മള് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് നമ്മള് ഗംഭീരമായിട്ട് കുഞ്ഞിന്റെ കൺമണിയുടെ 1ാം ബർത്ത്ഡേ ആഘോഷിക്കുന്നു പറയണം. അതൊക്കെ ശരിയാ. പക്ഷെ മനുവേട്ട, ഇനിയിപ്പൊ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോണം. എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും തോന്നില്ല. അമ്മയുടെ അച്ഛന്റെ സ്വഭാവം കണ്ടോ, ഇന്ന് നൂലുകെട്ട് ചടങ്ങിന് പോലും അവരുടെ മുഖത്തൊരു സന്തോഷമില്ല. ആന്റി വന്നു അതിനെക്കുറിച്ചൊക്കെ അല്ലേ ചോദിച്ചേ. എന്ത് ചെയ്യാൻ പറ്റും, അച്ഛനും അമ്മ ആയിപ്പോയില്ലേ, കൊന്നു കളയാൻ പറ്റില്ലോ എന്ന് പറയണം. ഇത് മനോഹർ പറഞ്ഞു, ദേ രണ്ടുപേരും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനുള്ള സമയമായി മോളൂ. പറയുന്ന കാര്യങ്ങളൊന്നും അല്ല പിന്നെ പറയുന്നേ, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെയാ പറയണേ. കാരണം മനോഹറിന് തടി തപ്പണം. ഇനിയിപ്പം സരുവിന്റെ മുന്നിൽ പിടിച്ചു വെക്കാൻ അത് മാത്രം മാർഗുള്ളൂ. മോളൂ, നമ്മളെ എത്രയും പെട്ടെന്ന് അതിനടുത്ത് പോകണം. ഇനിയിപ്പൊ സ്വർണ്ണമൊന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ കുഞ്ഞിന് തന്നെയാണെങ്കിലും കുറെ സ്വർണ്ണങ്ങളും കാര്യങ്ങളും ഉണ്ട്. അമേരിക്ക ചെന്നാൽ ഇതൊന്നും ഇടിയിക്കില്ല. ഒന്നെങ്കിൽ ഓക്കറി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം വിറ്റ് ബാങ്കിലിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അമേരിക്കക്ക് പോകാന്ന് പറയണം. മനുവേട്ടന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് ചെയ്തോ, എനിക്ക് അതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ആ സമയം പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുക. ഇനിയിപ്പോ ലക്ഷ്മിയുടെ ശല്യം ഉണ്ടാകത്തില്ല, കുഴപ്പമൊന്നുമില്ല. അവൾ പ്രേതമായിട്ട് വന്നാന്ന് തനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും. അപ്പോഴാണ് ലക്ഷ്മിയുടെ കോള് വരുന്നത്, മഹാലക്ഷ്മി വിളിക്കുന്നത്. ആഹാ ലക്ഷ്മി,
എന്തൊക്കെയുണ്ട്, ഞാനും കൂടി വിളിക്കണം എന്നോർത്ത് ഇരിക്കുവായിരുന്നു പറയും. അല്ല പ്രകാശേട്ടൻ എന്താ എന്നെ വിളിക്കുക പോലും ചെയ്യാത്ത? അല്ല അത് പിന്നെ ലക്ഷ്മി, ഞാൻ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയെന്ന് പറയാണ്. അതെ, ഇനിയിപ്പൊ കോടതി കൂടാനുള്ള ദിവസമായില്ലേ. ആ, 10-ാം തീയതി അല്ലേ കോടതി വിളിച്ചിരിക്കുന്നേ. അറിയാലോ പ്രകാശേട്ടാ, 10-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം വൈകിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കല്യാണം നടക്കണമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ ഗംഭീരമായിട്ട് ചടങ്ങ് നടത്തും. മുമ്പ് ഉദ്ദേശിച്ചേക്കാളും നല്ല രീതിയിൽ തന്നെ ചടങ്ങ് നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നു പറയാം. ഇത് കേട്ട ലക്ഷ്മി, അങ്ങനെ വേണം. ഇതേ പ്രകാശേട്ടൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാകും പറയണം. അതെനിക്ക് അറിയാലോ മോളു. അതാ എനിക്കൊരു ബലം എന്ന് പറയണം. ഇതേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും മോളു എന്നെ കൈവിട്ടില്ലല്ലോ. എന്റെ കൂടെ തന്നെ നിന്നില്ലേ, അതന്നെ എനിക്കൊരു അനുഗ്രഹമാണ്. ഒന്നുമില്ലെങ്കിൽ കാർത്തികയുടെ അമ്മയല്ലേ, കാർത്തിമോളുടെ അമ്മയാകുമ്പത്തേനും അതേ സ്വഭാവം തന്നെയല്ലേ കാണിക്കത്തുള്ളൂ. അതാ എനിക്കൊരു സമാധാന സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പഞ്ചാര വർത്താനം കൂടെ പറഞ്ഞിട്ടാണ് പ്രകാശം കോള് കേട്ടേന്ന്. ഈ സമയത്ത് കോള് കേട്ടത് ലക്ഷ്മി പറഞ്ഞു, അതേടാ നീ സന്തോഷിക്ക്, അധികം സന്തോഷിക്കില്ല. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതേ 2 ദിവസം കൂടെ അതിനുള്ളിൽ കോടതി കേസ് വിളിക്കും. ആ സമയത്താണ് നീ നിന്നങ്ങോട്ട് ഉരുകാനായിട്ട് പോകുന്നത്. നീ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു നടക്കാൻ പോകുന്നത്. നീ ചെവിയെ നുള്ളി വെച്ചോ, അധികം വൈകാതെ നിൻ തകർന്ന് തരിപ്പണാവും പ്രകാശം എന്നൊക്കെ പറഞ്ഞോണ്ട് ലക്ഷ്മി കിടക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ കാർത്തിക പ്രകാശിന്റെ അടുത്തേക്ക് വരണം. പ്രകാശം പറഞ്ഞു, മോളെ നാളെയാണ് കോടതിയിൽ കേസ് വിളിക്കുന്ന പറയാണ്. ഇത് കേട്ടാൽ കാർത്തിക, ഇത് ശരിയാണല്ലോ, ഞാൻ അക്കാര്യത്തെക്കുറിച്ച് മറന്നുപോയെന്ന് വെച്ചാന്ന് പറയണ. അതെ, വേറെ കുഴപ്പമൊന്നും ഇല്ലോ അല്ലേ, അവര് ഡിവോഴ്സിന് സമ്മതിക്കില്ലോ അല്ലേ? ഉറപ്പായിട്ട് സമ്മതിക്കും മോളെ, ഇനി തടസ്സങ്ങളൊന്നുമില്ല. മോളുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അതെന്താ അച്ഛൻ ഇത് ഉറപ്പിച്ച് പറയുന്നത്? അവരെ കണ്ട് അച്ഛൻ ഡീലിങ്സ് ഒക്കെ നടത്തിയോന്ന് ചോദിക്കണം. അതൊക്കെ നടത്തി. അവന് കോടതി വരാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ്. അവരൊഴിവായി തരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തെ നമുക്ക് പേടിക്കണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം നടത്തണം എന്ന് പറയാം. ഇത് കേട്ടോണ്ടാണ് ഭാനുമതിയമ്മ വിക്രമം അങ്ങോട്ട് വരുന്നത്. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ ആ ബാധ അങ്ങോട്ട് ഒഴിഞ്ഞു പോയെന്ന് പറയണം. ഏത് ബാധയുടെ കാര്യം മുത്തശ്ശി പറഞ്ഞ? അല്ല അത് പിന്നെ ഞാന് പ്രകാശിന്റെ ആദ്യ ഭാര്യയുടെ കാര്യേ, അവൾക്ക് പൈസ മതിയെന്നേ, പൈസ കൊടുത്ത് ഞങ്ങൾ അതും കൂടെ ഒതുക്കിന്ന് പറയാണ്. ഇത് കേട്ടും പ്രകാശൻ ഒന്ന് ഭാനുമതിയമ്മേനെ നോക്കണേ. വിക്രം പറഞ്ഞു, അല്ലെങ്കിലും ആ കേസൊന്നും ഒരിക്കലും നിലനിൽക്കാൻ പോകുന്ന കാര്യമല്ലെന്നേ. 10-25 വർഷം മുമ്പേ നടന്ന പോരാത്തന്. അതെ, അച്ഛന് വെറുതെ ഒരു കാരണമല്ല അവര് പൈസക്ക് വേണ്ടിട്ട് ഇപ്പൊ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്ന. അച്ഛനൊരു നല്ല ജീവിതം കിട്ടുന്ന അവർക്ക് തടയണം. അത് മാത്രമായിരുന്നു ഇത് കാർത്തേച്ചി അവരുടെ ഉദ്ദേശം എന്ന് പറയാം. അല്ലെങ്കിൽ അവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കാം. ഇത്രയും കാലത്തിന് ശേഷം വന്നിട്ട് കേസും കൂട്ടമായിട്ട് വരുമോന്ന് ചോദിക്കാം. അത് ശരിയാന്ന് പറയണ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ അവരെ വെറുതെ വിടല്ലെന്ന് പറയണം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റുമോളെ. ഈ പ്രകാശൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകും. ഇനി ഒരിക്കലും അവള് വരാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും കാർത്തിക മനസ്സിൽ പറഞ്ഞു, നീ കരുതിയിരുന്നോടെ പ്രകാശ, നിനക്കുള്ള ഇതേ റീത്തുമായിട്ട് വരും എന്റെ അമ്മ കോടതിയിലേക്ക്. അപ്പോഴേ നീ ഈ കാഴ്ചയെ കാണുള്ളൂ. നീ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ പറയണം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തുവാണ്. അന്ന് രാവിലെ കിരൺ കല്യാണ്ട് പറഞ്ഞു, ഇന്നല്ലേ പ്രകാശന്റെ കോടതിയിലെ കേസ് നീക്കുക? അത് കിരണേട്ടാന്ന് പറയണം. ഇന്ന് പ്രകാശൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ കോടതിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത് കേട്ടോണ്ട് വന്ന് തീ പറഞ്ഞു, അത് മോനെ, നമ്മള് കാത്തിരുന്നൊരു ദിവസമല്ലേ. ഞാൻ മാത്രമല്ല, എന്നെക്കാളും മുന്നേ പാവ ലക്ഷ്മിയമ്മ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ ഇന്ന് അയാൾക്ക് കിട്ടുമെന്ന് പറയണം. കിരൺ പറഞ്ഞു, ഭയങ്കര സന്തോഷത്തോടുകൂടി ആയിരിക്കും പ്രകാശം വരുന്നത്. കോടതിയിലേക്കൊന്ന് പോണമെന്നുണ്ടായിരുന്നു, അയാളുടെ മുഖം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സാരമില്ല കിരണേട്ടാ, കോടതി കഴിയുന്ന സമയത്ത് നമുക്ക് അവിടെ ഇറങ്ങി നിൽക്കാം. പ്രകാശനും വിക്രമൊക്കെ ഇറങ്ങി വരുമല്ലോ. ഇത് കേട്ടപ്പോ ദേവ് പറഞ്ഞു, മിക്കവാറും അതിനുള്ളിൽ വെച്ച് തന്നെ അയാളുടെ ജീവൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. നെഞ്ചു പടഞ്ഞ അയാൾ അവിടെ കിടന്ന് മരിക്കണമെന്ന് പറയാണ്. കിരൺ പറഞ്ഞേ, അങ്ങനെ മരിക്കില്ലെന്നമ്മേ, അയാൾ കുറേം കൂടെ അനുഭവിക്കാണ്ട്. അയാൾ എണ്ണി ഓരോന്നും അനുഭവിച്ചിട്ട് മാത്രം അയാൾ മരിക്കാൻ പാടുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും കാർത്തികയുടെ കോള് വന്നു. കാർത്തിക കല്യാണിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ കേസിന്റെ കാര്യങ്ങളൊക്കെ ഇന്നാന്ന് പറയണം. അത് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു കാർത്തികേച്ചി എന്ന് പറയാണ്. അല്ല, ഇന്നത്തോടുകൂടി പ്രകാശന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവെന്ന് പറയണം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ഞങ്ങളും കുറെ കാലമായിട്ടുള്ള കാത്തിരിപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ. കാരണം അത്രയ്ക്ക് ദുഷ്ടന ഒരച്ഛനും ഒരിക്കലും ഒരു മകളോടോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നോട് ചെയ്തു കൂട്ടിയത്. എന്നിട്ട് പോലും ഞാൻ സഹിച്ചും ക്ഷമിച്ചും പുറത്തും മുന്നോട്ട് പോയി. പക്ഷേങ്കിൽ ഇനി എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. അത്രയ്ക്ക് ഞാൻ വെറുത്തു പോയെന്ന് പറയണം. കാർത്തിക പറഞ്ഞു, എന്നെക്കാളും കൂടുതൽ അനുഭവിച്ച കല്യാണിയാണ്. പക്ഷേങ്കിൽ ഞാൻ ഇത്രയും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ കല്യാണിന്റെ മനസ്സെന്താന്ന് എനിക്ക് അറിയാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയണം. പിന്നീട് എന്നാ ശരി, നമുക്ക് കോടതിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം എന്നൊക്കെ കാർത്തികയും കല്യാണി സമയം പറയുന്നുണ്ട്. അങ്ങനെ കാത്തുകാത്തിരുന്ന് ആ ദിനം വന്നെത്തുകയാണ്. കോടതി കൂടുന്ന സമയത്ത് പ്രകാശൻ രാവിലെ ഭയങ്കര
ആയിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്നൊക്കെ ഒരുങ്ങുവാണ്. ഇന്നത്തോടുകൂടി ബാധയും കൂടെ ഒഴിഞ്ഞു തീരുവാണല്ലോ. ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇനി അടുത്ത നല്ല ശുഭമുഹൂർത്തത്തിൽ തന്റെ മഹാലക്ഷ്മിയുടെ കല്യാണം. അതൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് വിക്രം അങ്ങോട്ട് വന്നു. ഭാനുമതി മുത്തശ്ശിയും വരികയാണ്. വിക്രം പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല അച്ഛന്ന് ചോദിക്കണം. ഏയ് ഇല്ല, ഒരു പ്രശ്നവും ഇല്ലടാ മോനെ, എല്ലാ കാര്യങ്ങളും ഓക്കെയാ, ഇനി നമുക്ക് പോയാൽ മതി എന്ന് പറയണ. അങ്ങനെ അവര് പോകാനായിട്ട് ഇറക്കുമ്പോഴത്തേനും കാർത്തികയും കൂടെ വരുവാണ്. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു ചോദിച്ചു, മോള് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാനോ? ഞാൻ വരണോ അച്ഛാ? ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. അല്ല, ഇനി മോള് വരണമെങ്കിൽ പോരാൻ പറയണേ. ഏയ് വേണ്ടാന്ന് പറയാൻ, നിങ്ങൾ പോയിട്ട് വരാൻ പറയണ. പ്രകാശന് ഭയങ്കര ധൈര്യമായിരുന്നു. കാരണം കാർത്തിക വന്നാലും കുഴപ്പമില്ല, അവിടെ ലക്ഷ്മി വരാനായിട്ട് പോകുന്നില്ലോ, അതുകൊണ്ട് ആ ഒരു പേടി വേണ്ടല്ലോ. പിന്നീട് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് പ്രകാശൻ കോടതിയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നത്. കാരണം ഇനി ആരും വരാനില്ല, തനിക്കെതിരെ ആരും ഒരു വാക്കുപോലും സംസാരിക്കില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് അവിടെ ചെല്ലുവാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ തന്നെ കേസ് വിളിച്ചു കഴിഞ്ഞിട്ട് പ്രകാശനെ വിളിച്ചും പ്രകാശൻ ധൈര്യത്തോടെ പോയി കയറി നിൽക്കുവാണ്. പിന്നീട് ലക്ഷ്മിനെ വിളിക്കുവാണ്. ലക്ഷ്മിനെ വിളിച്ചിട്ട് ലക്ഷ്മി വന്നില്ല. അപ്പോൾ അവൾ എവിടെ വരാനായിട്ടാ, അവൾ എങ്ങനെ വരാനാ, മരിച്ചു മണ്ണോടടിഞ്ഞവള് ഇനി ഒരിക്കലും തിരിച്ചു വരാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കും. ഒന്ന് വിളിച്ചു, രണ്ട് വിളിച്ചു, മൂന്നാമത്തെ വിളിക്കാണ് ആ ഒരു കാഴ്ച പ്രകാശം കാണുന്നത്. ഒരിക്കലും കാണാൻ പാടില്ലാത്ത, ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ആ കാഴ്ച ലക്ഷ്മി അങ്ങോട്ട് കടന്നു വരുന്നു. ഒരു നിമിഷം പ്രകാശം ഒന്നുകൂടെ നോക്കി, താൻ സ്വപ്നം കണ്ടതാണോ അതോ ഇനി തനിക്ക് തോന്നിയതാണോ എന്നൊക്കെയാ ഒന്നുകൂടെ നോക്കിയ. അല്ല, ഇത് ലക്ഷ്മി തന്നെയാണ്, ജീവനുള്ള ലക്ഷ്മി. ഇവളെങ്ങനെ വന്നു? ഇവള് മരിച്ചു പോയെന്നല്ലേ പറഞ്ഞേ, ഇനി ഇവൾക്ക് വല്ല ഡ്യൂപ്പും വന്നാണോ, ഇരട്ടകളുണ്ടോ? അങ്ങനെ നൂറ് സംശയങ്ങളൊക്കെ പ്രകാശിന്റെ ഉള്ളിലേക്ക് വരണം. അങ്ങനെ ലക്ഷ്മിനെ വിസ്തരിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറ്റി നിർത്തുവാണ്. ഒരു നിമിഷം പ്രകാശം വിക്രത്തിനെ നോക്കി. വിക്രത്തിന്റെ ഭാനുമതി മുത്തശ്ശേരി ഒക്കെ മുഖത്ത് വിളറി വെളുത്തിരിക്കുക, രക്തമായി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ലക്ഷ്മിനെ കയറ്റി നിർത്തിയിട്ട് ലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അങ്ങോട്ട് തുടങ്ങി. ഈ സമയം പ്രകാശൻ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. പിന്നീട് ലക്ഷ്മി വള്ളി പുള്ളി വിടാതെ ആദ്യം തൊട്ട് അവസാനം വരെ അങ്ങോട്ട് പറയുകയാണ് പ്രകാശന്റെ ക്രൂരതകള്, കാർത്തിമോളെ കൊണ്ട് ഓടയെ തള്ളിയ കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് പറയാണ്. അതിനുശേഷം അവസാനം താൻ ഇവിടെ വന്ന് കേസ് കൊടുത്തതിന് ശേഷം തന്നെ കൊല്ലാനായിട്ട് വാടക കൊലയാളിയെ ഏർപ്പാടാക്കിയ കാര്യം വരെ പറയാണ്. അങ്ങനെ അതെല്ലാം പറഞ്ഞു. പിന്നീട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോടതി തീരുമാനിക്കുകയാണ്, ഇതിന്റെ വിധി മാറ്റി വെച്ചിരിക്കുന്നു, പ്രകാശനുള്ള ശിക്ഷ. കാരണം ഒന്നാമത് ക്രിമിനൽ കുറ്റമാണ്, ഒരു കല്യാണം ഒളിപ്പിച്ചു വെച്ച് അടുത്ത കല്യാണം നടത്തിയെന്നുള്ള. പ്രകാശൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. അങ്ങനെ പ്രകാശൻ കോടതിയിൽ തകർന്നു പോവാണ്. പ്രകാശനാണെങ്കിൽ തല ഇറങ്ങുന്ന പോലെ നിൽക്കാൻ പറ്റുന്നില്ല. അവസാനം കോടതി പ്രകാശനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രകാശനാണെങ്കിൽ മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ലക്ഷ്മി വരുമെന്ന് പോലും പ്രതീക്ഷിച്ചല്ലോ. അവിടെ ഇട്ട് പ്രകാശനെ അങ്ങോട്ട് വലിച്ചു കീറി ഒട്ടിക്കുവാണ് ലക്ഷ്മിയമ്മ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശന ഇങ്ങനെ തളർന്ന് തരിപ്പണമായിട്ട് ഇറങ്ങി വരുന്നേ പ്രകാശിന്റെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ എന്നിട്ട് ചോദിച്ചു, നീ എന്താടാ വിചാരിച്ചേ, ഒരു വാടക ഗുണ്ടനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എന്നെ അങ്ങോട്ട് ഇല്ലാതാക്കാന്നോ? അതൊക്കെ നിന്റെ വ്യാമോഹം മാത്രമാണ് മോനെ പ്രകാശ, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ദേ ഒരു കാര്യം നീ മനസ്സിൽ വിചാരിച്ചോ, ഇനി നിനക്ക് കിട്ടാൻ പോകുന്ന ജയിൽവാസമായിരിക്കും, ജയിലിൽ കിടന്ന് നീ നരയിക്കും. അതിനുവേണ്ടി നീ കാത്തിരുന്നോളം പറയണം. വേറൊരു പെണ്ണിനെ കെട്ടി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ച് നീ ഇരുന്നില്ലേ, അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ. ദേ ഈ മൂന്നാമത്തെ ഒരു കല്യാണം കഴിച്ച് നിന്റെ ആ സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സ്വപ്നങ്ങളൊക്കെ ഇതോടുകൂടി തീർന്നു പറയണം. ഇത് കേട്ടതും പ്രകാശൻ എന്ത് ചെയ്യണം നടത്തില്ല. പെട്ടെന്ന് ഭാനുമതി മുത്തശ്ശി വന്നിട്ട്, ഇടി നീ ചത്തില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കണം. ഞാൻ ചത്തില്ലായിരുന്നു തള്ളേ, നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ, എന്നെ അങ്ങോട്ട് മുകളിലേക്ക് വിടാന്നോ? ഇതിപ്പോ നിങ്ങളെ മൂന്നിനെ ഞാൻ മുകളിലേക്ക് വിട്ടാലും ഞാൻ മുകളിലേക്ക് പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു വാടക കൊലയാളിനെ ഇറക്കിയാലൊന്നും ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. നീയൊക്കെ ഉദ്ദേശിക്കുന്നേക്കാളും അപ്പുറത്ത് എന്റെ പിടിപാട്, അത് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് ലക്ഷ്മി അവരെ പഞ്ഞിക്കിട്ട് അങ്ങോട്ട് പോവാണ്. തളർന്നു നിൽക്കുന്ന പ്രകാശിന്റെ അടുത്തേക്ക് വിക്രം വന്നിട്ട്, അച്ഛ ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുക. എനിക്കറിയത്തില്ല മോനെ എന്ത് ചെയ്യണമെന്ന്, കാർത്തിയോട് അവരുടെ അമ്മയോടൊക്കെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. അപ്പോഴേക്കും കാർത്തിയുടെ ഫോൺ കോൾ വരിക. പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രകാശൻ പറഞ്ഞു, വിക്രമേ ദേ അവള് വിളിക്കുന്നു, എന്താന്ന് വെച്ചാൽ പറയാൻ പറയണം. ഞാൻ എന്ത് പറയാനാച്ചാ, നീ എന്തേലും ഫോൺ എടുത്തിട്ടൊന്ന് പറയടാന്ന് പറയണം. വിക്രം പറഞ്ഞു, അതെ ഞങ്ങൾ അങ്ങോട്ട് വരുവേച്ചി, വന്നിട്ട് നമുക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറയണം. കാർത്തിക്കാണ് എന്തെന്നില്ല സന്തോഷം. കാർത്തിക്കറിയാം കാര്യം എന്താ കേൾക്കാൻ പോണെന്നുള്ള സത്യം. അങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് വരുന്ന പ്രകാശനെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ സമയം രാഹുൽ എന്ത് ചെയ്യാണ്, രാഹുൽ തന്റെ പരിചയത്തിലുള്ള ഒരുത്തനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. സരുവിന്റെ കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ, കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുവാണ്. അങ്ങനെ അവസാനം അയാൾ എത്തുവാണ് കുഞ്ഞിനെ കൊണ്ടുപോവാനായിട്ട്. ഈ സമയം സരിയു കുളിക്കാനായിട്ട് കയറിയ സമയമായിരുന്നു. കുളിക്കാൻ കയറിയ സമയത്ത് വീട്ടിൽ ആരുമില്ല. അപ്പൊ ശാരി പുറത്തേക്കെന്ന് പറഞ്ഞിട്ട് ശാരി പുറത്തേക്ക് അങ്ങോട്ട് പോയായിരുന്നു. അങ്ങനെ ആ സമയത്താണ് അയാൾ വരുന്നത്. അയാൾ വന്നു കഴിയുമ്പത്തിന് ശാരി എന്താണ്
പുറത്ത് കയറി വരുവാണ്. കാരണം ആ സമയത്ത് ആരും ഇല്ലെന്ന് വിചാരിക്കണം. ശാരി അവിടെ ഉണ്ടായിട്ട് കുഞ്ഞിനെ കാണാതെ പോയിട്ടുണ്ട്, ശാരീനെ സംശയിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് രാഹുൽ അവിടുന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരും ഇല്ലാത്ത തക്കം നോക്കി ശാരി എന്ത് ചെയ്യണം, അകത്ത് കയറി കുഞ്ഞിനെ എടുക്കുവാണ്. കുഞ്ഞ് ഉറങ്ങി കിടന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയി അയാളുടെ കയ്യിലേക്ക് കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാൻ പറയണം. അങ്ങനെ കൊണ്ടുപോയി ശാരിയും പുറത്തേക്ക് പോയി. കാരണം ഒരു കാരണവശാലും അറിയരുത് താനാ കുഞ്ഞിനെ കൈമാറിയെന്നുള്ള കാര്യം. പക്ഷെ ഇതൊന്നും സരിയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുളി കഴിഞ്ഞ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് കുഞ്ഞിനെ കാണാനെന്നുള്ള ആ സത്യം സരിയും അറിയണേ. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. സരീന്റെ മനോനില തെറ്റുവോ, സരി ഇനിയിപ്പൊ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല. കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ രാഹുലിനും ശാരിക്ക് സുഖമാണ്, അവരെ പഞ്ഞിക്കിടും. പക്ഷെ അങ്ങനെ ആ സമയത്തൊരു കാര്യമുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനോഹർ സത്യങ്ങൾ തുറന്നു പറയും. മനോഹർ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ രാഹുൽ ശാരിയും വെറുതെ ഇരിക്കത്തില്ല, അവരും ബാക്കി കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ എന്താണെങ്കിലും ഒരു ജഗപുകയാണ് ഇനിയിപ്പോ വരാനായിട്ട് പോകുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.